ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കൂട്ടക്കൊല തുടരുന്നു. പലയിടങ്ങളിലും കൂട്ടക്കൊല വ്യാപകമായി. സൗദി ആശുപത്രിയിൽ 460 പേരെ കൊലപ്പെടുത്തി. വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നു. കാളി, ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കൂട്ടക്കൊല ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും വ്യാപകമായ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. 460 പേരെയാണ് കൊലപ്പെടുത്തിയതായി വിവരം ലഭിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഫോഴ്സാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തന്നെ പറയാം. 18 മാസമായി ഉപരോധം എന്നുള്ള നിലയ്ക്ക് വലിയ അനക്കമൊന്നും ഈ റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സായ RSFിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ളൊരു കൂട്ടക്കൊലയിലേക്ക് കടന്നിരിക്കുന്നു RSF എന്ന റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ സൗദി ആശുപത്രിയിൽ, അതായത് സുഡാനിലെ നഗരത്തിലെ അൽ ഫാഷറിലാണ് ഇവർ പ്രധാനമായും അവിടെ തമ്പടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അൽ ഫാഷിർ എന്ന ആ നഗരം മൊത്തം റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് പിടിച്ചടക്കി കഴിഞ്ഞു. അവിടെയുള്ള നഗരത്തിലെ സൗദി ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ഒരു 460 പേരെയാണ് ഇപ്പോൾ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2000-ഓളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയൊരു ജനസംഖ്യയെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സംഭവം എന്നുള്ളത് നഗരത്തിലെ സൗദി ആശുപത്രിയിൽ ഡോക്ടർമാരും നഴ്സുമാരും അതോടൊപ്പം രോഗികളും ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെയുള്ള 460 പേരെയാണ് RSF കൊന്നൊടുക്കിയിരിക്കുന്നത്, കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത്. ഇതിൽ 3 ഘട്ടമായിട്ടാണ് ഇവർ നടത്തിയത് എന്നുള്ള ചില വിവരങ്ങളൊക്കെ കൂടിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത് ആദ്യം ഇവർ ആശുപത്രിയിലെത്തി ഡോക്ടർമാരെയും നഴ്സുമാരെയും ബന്ദികളാക്കി കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വന്നതിന് ശേഷം രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പിന്നീട് മൂന്നാമതും വന്ന് സ്ത്രീകളെ അടക്കം ലൈംഗിക അതിക്രമം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികളാണ് റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് സുഡാനിൽ നടത്തി വരുന്നത്. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വർഷങ്ങളായി സുഡാനിൽ. 2019 ശേഷം അവിടുത്തെ ഏകാധിപതി ഒമർ അൽ ബാഷിറിനെ പട്ടാള അട്ടിമറിയിലൂടെ സ്ഥാനം ഒഴിവാക്കിയ ശേഷം, അല്ലെങ്കിൽ ബാഷിറിനെ പുറത്താക്കിയ ശേഷം അവിടെ ഒരു പട്ടാള അട്ടിമറിയിൽ ഒരു പട്ടാള ഭരണകൂടം അവിടെ വരികയായിരുന്നു. എന്നാൽ ഈ പട്ടാള ഭരണകൂടത്തിന്റെ ഭരണത്തോട് താല്പര്യമില്ലാത്ത സൈനിക സേനയിലെ തന്നെ ഒരു വിഭാഗം പിന്നീട് വിമത സേനയായി മാറുകയായിരുന്നു. ഈ റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സാണ് ഈ ഒരു വിമത സേന. ഈ വിമത സേന തലവൻ ഡഗാലോയുടെ നേതൃത്വത്തിലാണ്, ജനറൽ ഡഗാലോയുടെ നേതൃത്വത്തിലാണ് റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 460 പേരാണ്, സൗദി ആശുപത്രിയിലെ 460 പേരെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഈ റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി 2000-ഓളം പേരെ നിർത്തി വെടിവെക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും കൂടിയാണ്. ആഭ്യന്തര യുദ്ധത്തിൽ സുഡാനിൽ ഇതുവരെ മരണപ്പെട്ടവരുടെ സംഖ്യ എന്ന് പറയുന്നത് 40,000 കടന്നു എന്നുള്ളതും കൂടിയാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കൂട്ടക്കൊല റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് എന്ന വിമതസേന സുഡാനിൽ തുടരുകയാണ്. ചോരക്കളമായി മാറിയിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ. ശരി, ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കൂട്ടക്കൊല തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് കാളിദാസാണ്.